നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങനെ സർവനാശം എന്നതുപോലെയായി നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ അവസ്ഥ. ഇനി അങ്ങോട്ട് ഒരിഞ്ച് വികസനം നമ്മുടെ നാട്ടിൽ സാധ്യമല്ലാത്ത വിധം വലിയ സാമ്പത്തിക പ്രതിസന്ധിയാൽ നട്ടം തിരിയുകയാണ് കേരളം. ഈ സാമ്പത്തിക ഞെരുക്കങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നത് മുഴുവൻ സാധാരണക്കാർ മാത്രമാണ്. ബജറ്റ് വിഹിതത്തിൽ ചിലവഴിക്കാൻ പദ്ധതി തയ്യാറാക്കിയിരുന്ന ക്ഷീരവികസന വകുപ്പിലും ആടുവളർത്തൽ, തീറ്റപ്പുൽകൃഷി, കാലിത്തീറ്റ, ഗ്രാമീണ മേഖലയിലെ ജലഗതാഗത സംവിധാനങ്ങളൊക്കെയും തകർന്ന് തരിപ്പണമാവുകയാണ്. കാരണം ഈ പദ്ധതികളുടെ സാമ്പത്തിക വിഹിതങ്ങൾ പൂർണ്ണമായി നിർത്തലാക്കുകയോ ഭാഗികമായി വെട്ടിക്കുറയ്ക്കുകയോ ചെയ്തിരിക്കുന്നു. സത്യത്തിൽ കേരളത്തിൽ എന്തിനാണ് ഇങ്ങനെയൊരു ഇടത് ഭരണം? എന്ത് കാര്യത്തിനാണ് ഒരു UDF പ്രതിപക്ഷം? യാതൊരു ഗുണവുമില്ലാത്ത BJP എന്ന മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനം. നമ്മൾ എന്തിനു വേണ്ടിയാണ് വോട്ട് ചെയ്ത് ഒരു രാഷ്ട്രീയ കക്ഷിയെ അധികാരത്തിൽ എത്തിക്കുന്നത്? ഈ നാടിൻ്റെ സമഗ്ര വികസനങ്ങൾക്ക് വേണ്ടി, ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ നീതി ഉറപ്പിക്കുവാനായി. ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് ഉറപ്പാക്കാൻ സർക്കാരിന് കഴിയുന്നുണ്ടോ? മലയാളിക്ക് സ്വന്തം നാട്ടിൽ സന്തോഷത്തോടെ ജീവിക്കാൻ നിവൃത്തിയില്ലാതായിരിക്കുന്നു. സത്യത്തിൽ നമ്മളൊക്കെ ഒന്ന് മനസ്സ് തുറന്ന് ചിരിച്ചിട്ട് കാലം എത്രയോ ആയി. തൊഴിൽ സുരക്ഷയെന്ന് വിശ്വസിച്ചിരുന്ന സർക്കാർ ജോലിക്കാരുടെ ഭാവി വിദൂരമല്ലാതെ തന്നെ തകർന്ന് തരിപ്പണമാകും. സാധാരണക്കാരൻ്റെ നിത്യ ഉപയോഗ സാധനങ്ങൾക്ക് അനുദിനം വില വർധനവും. ഓരോ പ്രഭാതവും പുലരുന്നത് വിലക്കയറ്റത്തിൻ്റെ വെള്ളിടി വാർത്തകളുമായാണ്. മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ എത്രയോ ഇരട്ടിയാണ് നമ്മുടെ വൈദ്യുതി ചാർജ്. എന്നിട്ടും വീണ്ടും വീണ്ടും വർധനവ്. കർഷകൻ എന്ന വാക്ക് ഇനി വരുന്ന തലമുറയ്ക്ക് ചിത്രങ്ങളിൽ ചൂണ്ടിക്കാണിക്കുവാൻ മാത്രമുള്ള ഒന്നായി മാറും. പുതിയ തലമുറയിലെ 99% കുട്ടികളും ഉന്നത വിദ്യാഭ്യാസത്തിനായി മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്ന ദുരവസ്ഥ. കേരളം എന്നത് ഒരു വമ്പൻ വൃദ്ധസദനമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ തഴച്ചു വളരുന്ന ഒരേയൊരു വ്യവസായം രാഷ്ട്രീയമാണ്. അതിന് കൊടി നിറ വ്യത്യാസങ്ങൾ ഏതുമില്ല. മേലനങ്ങാതെ സമ്പാദിക്കാം. ആഡംബര ജീവിതത്തിന് അനുദിനം മോടി കൂട്ടി രാഷ്ട്രീയക്കാർ അങ്ങനെ സുഖിച്ചു വാഴുന്നു. നിങ്ങൾ ഓർത്തോളൂ, അധികാര മണിസൗധങ്ങളിൽ ഉണ്ടുറങ്ങുന്നവർക്കെതിരെ ഇന്നാട്ടിലൊരു പ്രതിരോധ സമരത്തിനുള്ള കാറ്റ് വീശാൻ തുടങ്ങിയിരിക്കുന്നു. എന്തിന് വോട്ട് ചെയ്യണം എന്ന ചിന്ത ഈ നാട്ടിലെ ദുർഭരണഭൂതങ്ങൾക്കെതിരെയുള്ള തിരിച്ചടികളായി മാറാൻ ഇനി അധിക സമയമില്ല. ചില നിവൃത്തികേടുകൾ ചോദിച്ചങ്ങ് അവസാനിപ്പിച്ചേക്കാം. ഉപ്പിൽ തുടങ്ങി കർപ്പൂരത്തിൽ അവസാനിക്കുന്ന ഏതിൻ്റെയെങ്കിലും വില 1 പൈസയെങ്കിലും കുറയ്ക്കുവാൻ പ്രിയ ഭരണാധികാരികളെ നിങ്ങൾക്ക് കഴിയുമോ? ജനങ്ങളുടെ നെഞ്ച് പിളർക്കാൻ അവസാനമായി എത്തിയ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ അന്തിനേരത്ത് വിരലിലെണ്ണാവുന്ന 10 പേരുടെ ചൂട്ട് പ്രഹസന പ്രകടനത്തിനുമപ്പുറം വില കുറയ്ക്കും വരെ ജനകീയ പ്രക്ഷോഭങ്ങളും നിരാഹാര സമരങ്ങൾക്കും നേതൃത്വം നൽകാൻ ഈ നാട്ടിലെ UDF പ്രതിപക്ഷത്തിന് കരുത്തുണ്ടോ? സ്വന്തമായൊരു MLA പോലും ഇല്ലാത്ത കേരള സംസ്ഥാനത്തിൽ വരും തിരഞ്ഞെടുപ്പുകളിൽ മന്ത്രിക്കുപ്പായങ്ങൾ നിരവധി തച്ച് രാഷ്ട്രീയ കച്ചവടത്തിന് കാത്തിരിക്കുന്ന BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ചങ്കുറപ്പുണ്ടോ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് ഒപ്പം നിൽക്കാൻ? ഇല്ല. നിങ്ങളൊക്കെയും പിടിക്കുന്ന കൊടികളുടെ നിറങ്ങളിൽ മാത്രമാണ് വ്യത്യാസം. ആട്ടിൻ തോലിട്ട ചെന്നായ് കൂട്ടങ്ങൾ തന്നെയാണ് ഇന്നിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നേതാക്കന്മാരും. അനുദിനം ആ പ്രാകൃതമായി കൊണ്ടിരിക്കുന്ന നമ്മുടെ കേരള രാജ്യത്തെ ഓർത്ത് നിശബ്ദമായി കണ്ണീരൊഴുക്കാം. അതല്ലെങ്കിൽ ഈ നാടിൻ്റെ നന്മയ്ക്കായി പുതിയൊരു മാറ്റത്തിനായി ശബ്ദമുയർത്താം.